നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആറാട്ട് ഇവിടെ ആരംഭിക്കാനായിട്ടാ. നമ്മൾ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നൈറ്റ് F3 അവർ E4 കളിച്ചു, D6 കളിച്ചു, D3 കളിച്ചു. നമ്മളാണല്ലോ E4 കളിച്ചത്. അങ്ങനെയായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അടിച്ച് താക്കുമെന്നറിയാം. നമുക്ക് നോക്കാം ആരാണ് ഈ കളി കൊണ്ടുപോകുന്നത്. എന്തായാലും ബിഷപ്പിനെ ഇറക്കിയിട്ട് കാസ്ലിംഗ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുകയാണ്. ബിഷപ്പ് E2. ആഹാ, പുള്ളി കൊണ്ടുവന്ന് അടവെക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആരെയാണ് പഞ്ഞിക്കിടുന്നത് നമുക്ക് നോക്കാം. നൈറ്റ് G5. നൈറ്റിനെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ വെറുതെ വിടടാ ഇറക്കാ. ഈ കൊച്ചു ചെറുക്കൻ്റെ കാര്യം ഇപ്പം എന്താ ചെയ്യാ? നൈറ്റിനെ ഇനി എന്തായാലും രക്ഷപ്പെടുത്താനുള്ള ചാൻസ് ഇല്ല കേട്ടോ. നൈറ്റ് പെട്ടളിയാ പെട്ട്. എന്തായാലും നമുക്ക് ബിഷപ്പിനെ എടുക്കാം. ബിഷപ്പ് എങ്കിൽ ബിഷപ്പ് ക്യാപ്ചർ G4. ഇനി നൈറ്റിനെ പെട്ട്. മച്ചമ്പി പെട്ടമ്പി ഇല്ല, പെട്ടില്ല. യെസ്, നൈറ്റ് E6. നൈറ്റിനെ മന്ത്രിക്കും ബിഷപ്പിനെതിരെ അറ്റാക്ക്. നൈറ്റ് E6. ഓക്കെ, മന്ത്രിയെ മാറ്റി തന്നിട്ടുണ്ട്. മന്ത്രിയെ മാറ്റിയ സ്ഥിതിക്ക് നമുക്ക് നൈറ്റിനെ രക്ഷിക്കണം. അതിനു വേണ്ടി അടുത്ത മൂവ്മെന്റ് ക്യൂൺ D7. ഓക്കെ, ക്യൂൺ D7. ഇനി ഒരു പകിട 12 ഉണ്ട് കേട്ടോ. പിന്നെ വലിയ സംഭവമായിപ്പോയി. എന്തായാലും എന്താ ഇപ്പം ചെയ്യുക? വേറെ ഐഡിയ ഉണ്ട്. ഇത് വെച്ച് തന്നെ കേട്ടോ. ഈ ക്യാപ്ചർ F5. അതാണ് അതിനെക്കാട്ടി ഒരു ഭംഗി. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ചില്ലറക്കാരനല്ല, നല്ല അടിപൊളിയായിട്ട് നമുക്കെതിരെ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മത്സരിക്കാം. ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ID കമൻറ്റ് ചെയ്യുക. പിന്നെ കളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയുക. ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഇത്രയും സിമ്പിൾ കാര്യം. ഓക്കെ, എന്തായാലും നൈറ്റിനെ വെച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്തു. നൈറ്റിനെ കൊടുത്തിട്ട് ബിഷപ്പിനെ എടുക്കുന്നു. അത് കഴിഞ്ഞ് റൂക്കിനെ എടുക്കുന്നു. അത് കഴിഞ്ഞ് പണി പാളത്തി പണി പാളുന്നാണ്ട പുള്ളിക്കാരന്. കുഴപ്പമില്ല, ഇത് വിട്ടിരുന്നോട്ടെ. നമുക്ക് അടുത്ത എന്താ ചെയ്യാ? യെസ്, ബിഷപ്പിനെ വെച്ച് ഇവിടെ ഒരു അറ്റാക്ക് കൊടുക്കാം. ബിഷപ്പ് H7. ആനയെ കൊണ്ടുവന്ന് മന്ത്രിക്കിട്ട് പണി. എങ്ങനെ എടുക്കുന്നു നോക്കാം. എടുക്കുന്നില്ല, മാറ്റുകയാണ്. അടുത്ത മൂവ്മെന്റ് നമുക്ക് എന്തായാലും ഇവിടെ ഒരു വെട്ട് നടക്കും തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളെ കൊണ്ടുവരാം. കാസ്ലിംഗ് ചെയ്യുന്നു. ഇതൊരു മികച്ച മൂവ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. മികച്ച മൂവ് അല്ലെന്നതാണ് എൻ്റെ ഒരു ധാരണ. കാസ്ലിംഗ് ചെയ്തിട്ടുണ്ട്. എതിരാളി നമുക്കെതിരെ എന്തുകൊണ്ട് വരുന്നു? ആ ഒരു മൂവ്മെന്റ് എന്ത് പ്രസക്തി എന്ന് എനിക്കറിയില്ല. ഓക്കെ, നൈറ്റിനെ ഇറക്കുന്നു. നൈറ്റ് C3. ഓക്കെ, വേറൊരു പരിപാടി എന്താ നോക്കട്ടെ. ഈ പുള്ളിക്കാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കുട്ടായി. ഓക്കെ, ഇത് നമ്മുടെ ടീമല്ലേ. എന്തായാലും നൈറ്റിനെ ഇറക്കുന്നു. നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നു. നൈറ്റ് E4. കളി ഏത് വഴിക്ക് പോകുന്നു ജസ്റ്റ് കണ്ടു നോക്കൂ. എങ്ങനെയും ഏത് വഴിയും പോകാം. ഓക്കെ, അവിടെ എന്താണ് പ്ലാനൊന്നും അറിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത അറ്റാക്കിലേക്ക് പോകുന്നു. A5. യെസ്, ഇത് പ്രതീക്ഷിച്ച അറ്റാക്ക് ആയിരുന്നു. അതവിടെ നിൽക്കട്ടെ. അടുത്ത റൂക്കിനെ കൊണ്ടുപോകട്ടെ അറ്റാക്കിലേക്ക്. അറ്റാക്കിലേക്ക് കൊണ്ടുപോകാം. റൂക്ക് Fe1. യെസ്. ഇനി നമുക്ക് അടുത്ത മൂവ്മെന്റ് എവിടെ കളിക്കും? ആകെ സീൻ കോൺട്രയാണല്ലോ. ഒന്ന് പാളിപ്പോയാൽ പണി കിട്ടും.
ആ മന്ത്രി അവിടുന്ന് മാറ്റണം. മന്ത്രിയെ അവിടുന്ന് മാറ്റാൻ എന്താ വഴി? എന്തായാലും ടൈം ഉണ്ട് കേട്ടോ. ടൈം എടുത്ത് ആലോചിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണെന്നവരൊക്കെ ജസ്റ്റ് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യുക. നമുക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. ഫുള്ള് കയറി കാണുക. ചെസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം കാണാം, ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഇവിടെ ചെറിയ ട്രാപ്പ് ഉണ്ട് കേട്ടോ. എന്താ ഇപ്പം ചെയ്യുക? ഞാൻ ഈ നൈറ്റ് വെച്ച് ചെക്ക് വിളിച്ച ഏകദേശം ഇത് വെച്ചായിരിക്കും വെട്ടുന്നത്. അത് വെച്ച് വെട്ടിയ ഒരു കാര്യമില്ല, ഒരു സുഖം കാണത്തില്ല. ഓക്കെ, ഒരു സുഖം കാണത്തില്ല. അപ്പം നമുക്ക് ബിഷപ്പിനെ വിട്ടുകൊടുത്തിട്ട് ചെറിയ സവാരിയിരിക്കും നടത്താം. ബിഷപ്പിനെ വിട്ടുകൊടുക്കുകയാണ്. ബിഷപ്പിനെ വിട്ടുമായിരിക്കും വെട്ടട്ടെ. ചെറിയൊരു പ്ലാൻ. കാരണം മന്ത്രി അവിടെ നിന്ന് മാറി കിട്ടണം കേട്ടോ. അതിനു വേണ്ടിയുള്ളൊരു ഗൂഢാലോചന. മന്ത്രിയെ മാറ്റാൻ വേണ്ടി മാത്രം ബിഷപ്പിനെ വിട്ടുകൊടുത്തു. നൈറ്റ് ക്യാപ്ചർ G5. പ്ലാൻ ഒന്നും അങ്ങോട്ട് വിജയിക്കുന്നില്ല. അതിൻ്റെ വിഷമം നല്ല പോലെ ഉണ്ട്. യെസ്, നമ്മൾ വിജയിപ്പിക്കും. ഓക്കെ, ചെക്ക് മാറ്റാം, മാറ്റാതിരിക്കാം, എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റാം. എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓ, അന്തസ്. അത് പ്രതീക്ഷിച്ച മൂവ്മെന്റ് അല്ലല്ലോ. ഇനി എന്താ ഇപ്പം ചെയ്യുക? ഇതിൽ അടുത്ത റൂക്കിനെ കൊണ്ടുവരാം. ഇത് ഏകദേശം ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, റൂക്ക് E4. നടക്ക്, കുഴപ്പമില്ല മോനെ, നമുക്കുള്ള ചാൻസ്. ഇനി എന്താ ചെയ്യുക? റൂക്ക് AE. പെട്ട്. ഇതാണ് ചെസ് കളിയുടെ കോൺട്ര ആക്കുന്ന സാധനങ്ങൾ. ഷിറ്റ്, ഒരു വഴിയില്ലല്ലോ മോനോസേ. ഇനി എന്താ ചെയ്യുക? ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. പെട്ടല്ലോ. എന്തേലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ അവിടെ ചെയ്യുക? എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ തീർന്നു. ബിഷപ്പിനൊക്കെ ഞാൻ വെറുതെ കൊടുത്തതാ, എന്തേലും ഒരു പ്രോഗ്രസ് ഉണ്ടാവും വിചാരിച്ച്. പക്ഷെ ബിഷപ്പ് പോയിട്ട് ഒരു ഗുണമില്ലാതായി പോയല്ലോ. എന്തായാലും ആളെ ഒന്ന് ഇറക്കി നോക്കാം. കുതിരയെ മാറ്റുമ്പോൾ അടുത്തത്. ഷിറ്റ്, നമ്മുടെ ചെക്കൻ പുലിയാണ് കേട്ടാ. നമ്മുടെ സബ്സ്ക്രൈബർ ചെറുക്കൻ പുലിയാണ്. വീണ്ടും പറയുകയാണ്, പുലിയാണ്. നിങ്ങൾക്കും കളിക്കാം, നിങ്ങൾക്കും ചലഞ്ച് ഇടാം. നമുക്ക് ചെറിയ കളികൾ തുടങ്ങി വലിയ കളികളിലോട്ട് പോകാം. എന്തായാലും D5. അപ്പം ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അവിടുന്ന് മാറി കിട്ടി. ഇനിയൊരു ഗുദാഗമ ചെക്ക്. ഒരു പാളിച്ച, അതായത് ഒരു മണ്ടത്തരം പുള്ളി കാണിച്ചു. ഞാൻ കാത്തിരുന്ന മണ്ടത്തരം. ഇനി എന്ത് ചെയ്യുന്നു നോക്കാം. യെസ്, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല മോനെ. ചെക്ക്. ഇവിടെ അടുത്തൊരു ട്രാപ്പ് ഒരുക്കുവാണ്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് കളിച്ചാൽ റൂക്ക് വെച്ച് വെട്ടും. നൈറ്റ് വെച്ച് വെട്ടും. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു കള്ളക്കളി കളിക്കാം. മന്ത്രി അവിടെ നിന്ന് അനങ്ങണ്ട. നമുക്ക് ഈ നൈറ്റിനെ ഇവിടുന്ന് മാറ്റി കിട്ടണം. നൈറ്റിനെ മാറ്റി കിട്ടാൻ വേണ്ടി ഒരു കള്ളക്കളി. ഓക്കെ, എന്താ നടക്കുക നമുക്ക് നോക്കാം. എന്തായാലും ഒരു 4-5 മൂവിൽ ചെക്ക് മേറ്റ് ആക്കാനുള്ള പ്ലാൻ ആണ്. നടക്കുമോ ഇല്ലയെന്നൊക്കെ നോക്കാം. എന്തായാലും ടൈം നമുക്കുണ്ട്, കുഴപ്പമില്ല. ഏകദേശം നമ്മൾ നൈറ്റിനെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, അല്ലാതെ വേറെ വഴി എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഏകദേശം നൈറ്റിനെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. നൈറ്റിനെ വിട്ടുകൊടുത്തിട്ട് വേറെ പണിയുണ്ടോ നോക്കട്ടെ. യെസ്, നൈറ്റിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. നൈറ്റ് വെച്ച് വെട്ടാൻ വേണ്ടിയാണ്. ഇത് ഇങ്ങോട്ട് അടുപ്പിക്കും. നൈറ്റിനെ വേണ്ട. മണ്ടത്തരം കാണിച്ചു ചേട്ടൻ, മണ്ടത്തരം കാണിച്ചു. മന്ത്രിയെ കൊടുത്തു. മിക്കവാറും റിസൈൻ ചെയ്യും കേട്ടോ. അടുത്ത മണ്ടത്തരം. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറപറ മണ്ടത്തരങ്ങളായിരിക്കും. ചെയ്യുന്ന എല്ലാം തെറ്റായിരിക്കും.
ഒന്നെങ്കിൽ ഇപ്പോൾ റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അടുത്ത് ചെക്ക്മേറ്റ് ചെയ്യും. എന്ത് നടക്കുന്നു ഇപ്പോൾ നോക്കാം. തോറ്റു. ഓക്കെ, ദെൻ ചെക്ക്മേറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ, ടാറ്റാ.